അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞ വീഡിയോ എടുക്കണേ. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ട്രാവൽ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഇന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് പോണത്. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ആലത്തൂര് കഴിഞ്ഞു. അതെ, നമ്മൾ ഇന്ന് എത്ര മണിക്ക് ഇറങ്ങി? നമ്മള് 8:30 ഇറങ്ങിയതാണ്. അതെ, നമ്മൾ പതുക്കെയാണ് പോകുന്നത്, സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പൊ നമുക്ക് അവിടെ തിരികാം. അപ്പൊ നമ്മളിവിടെ കൊല്ലങ്കോട് എത്തി. അപ്പോൾ ഇപ്പൊ നമ്മളൊരു കടയിൽ കയറിയേക്കാണ്. നമ്മളിവിടെ ഒരു ശ്രീ മുരുക ഭവൻ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ കയറി. ഇവിടെ കടകളൊന്നും കാണാനില്ല, വളരെ കുറവാണ് കടകളൊക്കെ. പിന്നെ തുറന്നു വരുന്നുള്ളൂ. പിന്നെ സൺഡേയും കൂടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര കുറവാണ് കടകൾ. ഇവിടെ ഒരു വെജ് നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടി. അതെ, നമ്മളിപ്പോൾ ഗീ റോസ്റ്റും ഒരു കോഫിയും കുടിച്ച് ഇനി പറമ്പിക്കുളം പോകും. കാരണം ഇനിയിപ്പോൾ ലേറ്റ് ആവും. അല്ലെങ്കിൽ അവിടെ എത്തിയാൽ നമുക്ക് 3 മണിക്കൂർ എടുക്കും. സഫാരി ഉണ്ട്. അപ്പം നമുക്ക് വെക്കും. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണാം. പോണ വഴി വല്ല കൊല്ലങ്കോട് കാണിച്ചു തരാം. ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട്. അതെ, വളരെ നല്ല ഗീ റോസ്റ്റാണ്. ചട്നി വീണ് 3 കൂട്ട ചട്നി വീണ്. അവർക്കും ഫുഡ് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ട് ചേച്ചിക്ക്. പിന്നെ അവർക്കുള്ളത് വന്നിട്ടുണ്ട്. അവിടെ പൊങ്കൽ വന്നിട്ടുണ്ട്. പിന്നെ പഴ വന്നിട്ടുണ്ട്. പൊങ്കൽ പക്ഷെ വേറൊരു നൂഡിൽസ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതെ, വടയൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ തമിഴ്നാട് എത്തിയിരിക്കുകയാണ് ഗൈസ്. മഴയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മഴ കുറഞ്ഞു അല്ലേ? നമ്മൾ കേരള ബോർഡർ എത്താറായി. അപ്പോൾ നമ്മളൊരു 10 കിലോമീറ്ററിന് വേണ്ടി മാത്രം തമിഴ്നാട് കയറി അല്ലേ? അതെ. അപ്പൊ നമ്മളിനി നല്ല കൊണ്ടുപോടിയാ കേരളത്തിൽ. അപ്പൊ എത്താറായി. ഒരു 5 മിനിറ്റ് കൂടെ എത്തിയാൽ കഴിഞ്ഞാൽ നമുക്ക് പറമ്പിക്കുളം എത്തും. അവിടെ എത്തിക്കാം. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കാൻ പോയിക്കാണ്. ഹലോ ഗൈസ്, നമ്മളല്ല NTA ക്രിയേഷൻസ് ഇപ്പോൾ പറമ്പിക്കുളത്തേക്ക് എത്തുകയാണ്. മയിലിന്റെ സൗണ്ടോ കാണാനില്ല. കരിങ്കുരങ്ങനെ കണ്ടു ഞങ്ങൾ. കരിങ്കുരങ്ങ സിംഹാലക്കുരങ്ങനാണോന്ന് അറിയില്ല. അല്ലല്ല, കരിങ്കുരങ്ങ അത് കൊറേ ഉണ്ട്. പിന്നെ മയിലുണ്ട്. വരണ വഴി ഞങ്ങൾ മറ്റേ കാട്ടുപന്നിനുണ്ട്. അതെ, ഞങ്ങൾ പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. മഴ തോളുണ്ട് ചെറുതായിട്ട്. ഇവിടുന്ന് കാർ എടുത്തിട്ട് നമ്മൾ 1 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അതിന് നമ്മൾ നേരെ ജീപ്പ് സഫാരിയുടെ അവിടേക്ക് പോകും. നമ്മളിപ്പോ എൻട്രിയിലാണ് നിൽക്കണത്. അവിടെ എൻട്രിയിലാണ് നിൽക്കുന്നത്. ആ ബാക്കില് നല്ല വ്യൂ, നല്ല ഫുൾ വെള്ളം. ഒരു ആനയ്ക്ക് പോലും നിൽക്കാവുന്ന സ്ഥലമാണ്. എന്നിട്ട് ഒരു 1 കലം കൂടെ വന്നാണ് 1.5 വണ്ടി. ആ വരുന്ന വണ്ടി നിങ്ങൾക്കാണ് ഫസ്റ്റ് സീറ്റ് കേട്ടോ.
ഞങ്ങൾക്ക് വീണ്ടും വിഷ്ണു ഗൈസ്. യെസ്, ഞങ്ങൾ വെറും 1 മണിക്കൂറായിട്ടുള്ളപ്പോഴേക്കും ഞങ്ങൾ ചോറുണ്ടെങ്കിൽ ചെറുതായിട്ട് 1 മണിക്കായിരുന്നു ബസ് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ 1:30 ബസ്. ഇനി 1:30 ബസ് 1:30 ബസ് തന്നെ എപ്പോഴാണ്? പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്നും പോയിട്ട് 6 മണിയാവും ഞങ്ങൾക്ക് ഫുഡ് കിട്ടുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് ആയിട്ട് ചോറ് കഴിക്കാം. അതെ അതെ, ചോറ്, ഫിഷ് ഫ്രൈ. ഇങ്ങോട്ട് കാണിച്ചത് ഇങ്ങോട്ട് വേണ്ടോ? കണ്ടോ, പപ്പടുണ്ട്, ബീട്രൂട്ട് പേരുണ്ട്, അച്ചാറുണ്ട്, പരിപ്പറുണ്ട്, സാമ്പാറുണ്ട്, മീൻകറിയും കൂടി ഉണ്ട്. പക്ഷേ അത് പിന്നെ ഇട്ടില്ല. അങ്ങനെ കാത്തിരിക്കുന്ന ദിരാമൻ കുറിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി എത്തിക്കാൻ. യെസ്. എത്ര മണി ഇപ്പോൾ സമയം? അയ്യോ, ഇപ്പൊ വല്ലാതെ അങ്ങോട്ട് നീണ്ടേക്കുന്നു. കുറേ നേരമായി ഇപ്പോൾ നമ്മൾ. ഓക്കെ, നമ്മുടെ ബസ് അതാണ്, നമ്മളിത് നടന്നുകൊണ്ടിരിക്കുക. സീറ്റ് നമ്പർ 1 to 8 ആണ് നമ്മുടെ. നമ്പറൊക്കെ അതെ, സീറ്റ് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഓരോ ബസ്സിനും പേരൊക്കെ ഉണ്ട്. അത് എലിഫൻറ്റ്, ബാക്കിൽ വരുന്നത് കമാൻഡർ. നമ്മൾ കയറാൻ പോണത് എലിഫൻറ്റിൽ. യാ, എന്തുകൊണ്ടാണ് എലിഫന്റ് എഴുതിയേക്കുന്നത്? വണ്ടി അതറിയോ? ഓ, സേഫ് ഫോറസ്റ്റ്, സേവ്. അവിടെ നിന്ന് വന്നു തുടങ്ങി ബാക്കി വണ്ടികൾ. വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ വണ്ടിയിലെത്തി. നമ്മൾ മാത്രം എത്തിയിട്ടുള്ളൂ. അതെ, ബാക്കിൽ 1 to 8 സീറ്റ്സ്. ഇങ്ങനെ സീറ്റ് ഫ്രണ്ട്. ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇതാണ്, തുണക്കടവ് പാലം. ഡാം. തുണക്കടവ് ഡാം. ഇതാണ് തുണക്കടവ് ഡാം. ചെറുതായിട്ട് കുരങ്ങന്മാരൊക്കെ വരുന്നുണ്ട്. എടുത്തോണ്ട് പോകണോ? ഞങ്ങളുടെ വണ്ടിയിലും ഉണ്ടല്ലോ. അതിലത്തെ മാവ് കുറച്ച് ഇതാണ് നമ്മൾ 20 മിനിറ്റ് ട്രാവൽ ചെയ്തെത്തിയ തേക്ക്. എത്ര വർഷം പറക്കാം? 460 എന്തോ വർഷം പഴക്കമുള്ള തേക്കാണ്. ഇതിനപ്പുറത്തൊരു തേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അടുത്ത് അങ്ങനെ പോകാൻ പറ്റില്ല. അത് പണ്ട് ബ്രിട്ടീഷുകാരെന്തോ മുറിച്ചുകൊണ്ട് പോയതാണ്. ഇതിനേക്കാളും വലുതാണ്. പക്ഷെ അതൊക്കെ കേടായി. ഇത് പിന്നെ ഭംഗിയാണ്, നല്ല രസമുണ്ട് ആക്ച്വലി പുറത്തുനിന്നൊക്കെ കാണാൻ. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ?
ഡിന്നർ കഴിക്കാൻ വേണ്ടി ജോസേട്ടൻസ് തൃശ്ശൂർ വന്നേക്കാണ്. ഞങ്ങൾ സൂപ്പ് കുടിച്ചു, ഇപ്പോൾ അറേബ്യൻ ഷോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് മെയിൻ കോഴ്സ് ഷവായിക്കൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഷവായാണ് കഴിച്ചത്. ഞങ്ങൾ പറമ്പുകൾ പോയി വന്നപ്പോൾ ഒരു വൈൻഡപ്പിൻ്റെ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര ടയേർഡായിപ്പോയി. കാരണം തിരിച്ച് വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. നല്ല മഴ. ഞങ്ങൾക്ക് അത്ര നേരം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മഴയൊക്കെ കിട്ടി, മഴ മാറി, പിന്നെ എന്താ പറയുക, മൊത്തം ടയേർഡായിപ്പോയി. അപ്പോൾ നല്ല കാറ്റ് സുഖമായിട്ട് കിടന്നു. അതെ, ഇറങ്ങാറായി. അപ്പോൾ ഇറങ്ങിയിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.